പരിയാരം പാറക്കൽ മക്കാം ഉറൂസ് ഇന്ന് ആരംഭിക്കുകയാണ്. മെയ് 2 വെള്ളിയാഴ്ച. ഉറൂസിൻ്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പതാക ഉയർത്തലും അതുപോലെ തന്നെ മൗലിദ്, ദിക്ർ, ഹൽഖ, മജ്ലിസുകളും നാളെ ശനിയാഴ്ച അന്നദാനവും ഒക്കെ നടക്കുന്നു. ആ മക്കാമിൻ്റെ പരിസരത്ത് ഉറൂസിന് വേണ്ടി സജ്ജമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കച്ചവടക്കാർ വന്ന് അവർക്കുള്ള സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر والليل سابق النهار وكلهم في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ വയനാട് ജില്ലയിൽ പ്രത്യേകിച്ചും ഒരുപാട് ഔലിയാക്കളുടെ മക്ബറകൾ, അവിടെ ഉറൂസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇന്ന് മെയ് 2 വെള്ളിയാഴ്ച നമ്മുടെ ഹൈവേയിൽ നിന്ന് കൽപ്പറ്റയിലേക്ക്, സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന, കൽപ്പറ്റയിൽ നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന വഴി പാറക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു 1/2 കിലോമീറ്റർ മാത്രം, 1 കിലോമീറ്റർ ഇല്ല, ഒരു 400 മീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് കാണാവുന്ന മക്ബറയാണ് പാറക്കൽ മക്കാം. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ ഉറൂസാണ് ഇന്ന് ഇവിടെ ആരംഭം കുറിക്കാൻ പോകുന്നത്. ഒരുപാട് വർഷങ്ങളായി നാനാജാതി മതസ്ഥർ, എല്ലാ ജനവിഭാഗങ്ങളും ആശ്രയിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ പാറക്കൽ മക്കാം. ഒരുപാട് കറാമത്തുകളെ കൊണ്ട് വിസ്തൃതമായ ഈ മക്കാമിൻ്റെ ഉറൂസ് മെയ് 2, 3, 4 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ പൊരുത്തം സമ്പാദിക്കാനും അവരുടെ മദദ് നമുക്ക് ലഭിക്കാനും അവരെ നമ്മൾ മഹബത്ത് വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന ആയത്തിലൂടെ ഔലിയാക്കളെ മഹബത്ത് വെക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്നേഹിക്കാനും അവരെ ഇത്തിബാ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ ഉറൂസിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വയനാട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നതായിട്ട് മക്ബറകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ മഹാന്മാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കാടും മേടും എല്ലാം കടന്ന് ഇവിടെ എത്തിയത് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. അവർ സഹിച്ച ത്യാഗങ്ങൾ, അവരുടെ യാത്രകൾ, അവരുടെ സഞ്ചാരങ്ങൾ, അവരുടെ ദഅവത്തുകൾ, അതെല്ലാം പുതിയ സമൂഹം പഠിക്കുകയും പാഠമാക്കുകയും അവരെ മഹബത്ത് വെക്കുകയും ആ ഔലിയാക്കൾ കാണിച്ച വഴിയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യണം എന്നതാണ് ഈ ഉറൂസുകൾ നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങൾ. അല്ലാഹുവിന് തൗഫീഖ് നൽകുമാറാവട്ടെ. വയനാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ഔലിയാക്കളുടെ മക്ബറകൾ നമുക്ക് കാണുന്നു. അവിടെ വലിയ ഉറൂസുകളും അതുപോലെ തന്നെ നേർച്ചകളും ഒക്കെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അവരുടെ കൃത്യമായ പേരുകൾ, അവർ ഏത് നാട്ടുകാരാണ്, ഇവിടെ നിന്ന് വന്നവരാണ് എന്ന് നമുക്ക് ചിലപ്പോൾ ചരിത്രപരമായി അതിൻ്റെ ഹിസ്റ്ററി അറിയില്ലെങ്കിലും അവിടങ്ങളിൽ ആ മഹാന്മാർ ഏതോ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ വയനാട് എന്ന് പറയുന്ന അന്ന് വനങ്ങളാൽ നിബിഡമായ, ജനങ്ങൾ വളരെ കുറഞ്ഞു താമസിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം, ഇവിടെ ഇബാദത്തിന് വരികയും അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനപ്രകാരം അവർ ഇവിടെ വഫാത്താവുകയും ഇവിടെ മറവ് ചെയ്യപ്പെടുകയും അതിനുശേഷം അവരെ തിരിച്ചറിഞ്ഞ ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ആ ഔലിയാക്കളെ സമീപിച്ച് അവർക്ക് വേണ്ട ആശ്വാസങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് അനുഭവങ്ങളും അതുപോലെ തന്നെ ചരിത്രവും. അതുകൊണ്ട് തന്നെ ആ ഔലിയാക്കളെ സ്നേഹിക്കുകയും അവരുടെ മക്കാമുകൾ, സിയാറത്തുകളെ കൊണ്ട് സജീവമാക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും നമ്മുടെ ഇഹവും പരവും രക്ഷപ്പെടാനും ആ ഔലിയാക്കൾ കാരണമായി സാധിക്കും. ഇന്നമാ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു വല്ലദീന ആമനു വല്ലദീന യുഖീമൂന സ്വലാത്ത വയുത്തൂന സകാത്ത ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മുഅ്മിനീങ്ങൾക്ക് സഹായികളാണ്, അവരുടെ പ്രയാസങ്ങളിൽ ആശ്വാസം നൽകാനും അവരെ സഹായിക്കാനും അള്ളാഹു നിയോഗിച്ചവരാണ് എന്ന ആശയം ഉൾക്കൊള്ളുന്ന ആയത്ത് സൂറത്തുൽ മാഇദയിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാൻ ബലപ്പെടുന്നതിനും ഉറപ്പിക്കുന്നതിനും
ഈ ഔലിയാക്കളുടെയും സൂഫികളുടെയും പങ്ക് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. വിശുദ്ധമായ ഇസ്ലാമിൻ്റെ വ്യാപനവും പ്രചരണവും ഇന്ത്യയിലുടനീളം വിശിഷ്യ കേരളത്തിലും വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഈ ഔലിയാക്കളിലൂടെയാണ്. നമുക്കറിയാം, ബുഖാറയിൽ നിന്നും യമനിൽ നിന്നും സാദാത്തുക്കൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രമുഖനും പ്രഥമനുമാണ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹു. അവരുടെ ഖബറുള്ളത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഹിജ്റ 800-കളിലാണ് മഹാനവർകൾ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ യമനിൽ നിന്ന് വന്ന നമ്മുടെ ജിഫ്രി സാദാത്തുക്കൾ, മഹാനായ മമ്പുറം തങ്ങളുടെ അമ്മാവന്മാരായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി, സയ്യിദ് ഹസൻ ജിഫ്രി, അവരുടെയൊക്കെ പിന്മുറക്കാരായി ഇവിടെ എത്തിയ മൗലദ്ദവീല ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിയിൽ മുഫറമി തങ്ങൾ. ഈ സാദാത്തുക്കൾ ബുഖാറയിൽ നിന്നും യമനിൽ നിന്നും മറ്റു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വന്ന ഔലിയാക്കൾ വയനാട് ജില്ലയിൽ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കൽപ്പറ്റയിലെ മൈതാനി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ, അതുപോലെ തന്നെ ചുരം കയറിയ ഉടനെ ചേലോട് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ, പിന്നെ ഇവിടെ നിന്ന് പോയാൽ നമ്മുടെ കാര്യമ്പാടി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അസീസ ബീവി റളിയല്ലാഹു അൻഹ, വാരാമ്പറ്റ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ദില്ലിക്കോയ തങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ബാവലിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ബാവ അലി തങ്ങൾ, പക്രം തളം നമ്മുടെ കുറ്റ്യാടി ചുരം കയറി വരുമ്പോൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫഖറുദ്ദീൻ അലി തങ്ങൾ. ഇങ്ങനെ ഒരുപാട് മഖാമുകൾ നമുക്ക് വയനാട് ജില്ലയിൽ ഓരോ ഭാഗങ്ങളിലും കാണാൻ കഴിയും. അവരാരും വയനാട്ടുകാരല്ല, കേരളക്കാർ പോലുമല്ല. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ബുഖാറയിൽ നിന്ന്, യമനിൽ നിന്നൊക്കെ വന്ന മഹാന്മാരാണ്. അവർ ഒരു കാലത്ത് ഇങ്ങോട്ട് വരികയും ദീനീ പ്രബോധനം നടത്തുകയും ഒരുപാട് ആളുകളെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഒരുപാട് വേദനിക്കുന്ന ആളുകൾക്ക് സാന്ത്വനമായി ആശ്വാസമായി മാറുകയും ചെയ്ത ചരിത്രങ്ങളാണ് ആ ഔലിയാക്കളുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു മഹാൻ തന്നെയാണ് പാറക്കൽ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളെ സ്നേഹിക്കാനും അവരെ കാണിച്ചു തന്ന വഴിയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.